സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെയാണ് ഈ ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്ന തലവും. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ശരീര നിയന്ത്രണ തലമാണ്. ശരീര നിയന്ത്രണ തലത്തിലാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ നമ്മൾ കണ്ണ് ചിമ്മുന്നതായാലും അല്ലെങ്കിൽ നമ്മൾ ഓക്സിജൻ എടുക്കുന്നതായാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങളെ, നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെ ദഹിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള എനർജി എത്തിക്കൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ഈ ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെയാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞ സ്മൃതിതലം. കഴിഞ്ഞു പോയ നമ്മളുടെ ജീവിത അനുഭവങ്ങളെ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മളെ സ്മൃതിതലം എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഏരിയ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിനെ തന്നെ ഞാൻ അതിന് നമ്മളിപ്പോൾ കഴിഞ്ഞ ലോ ഓഫ് അട്രാക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്നത് കൊണ്ട് ഈ കാര്യങ്ങളെ കണക്ട് ചെയ്താലേ ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനൊക്കെ എന്തുകൊണ്ട് നടക്കുന്നു അല്ലെങ്കിൽ നടക്കുന്നില്ല എന്നുള്ളത് അറിയാൻ പറ്റും. അത് നമ്മൾ അപ്പോൾ രണ്ടാമത്തെ ആണ് സ്മൃതിതലം എന്ന് പറയുന്നത്. സ്മൃതിതലത്തിനകത്ത് നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ മാങ്ങ എറിഞ്ഞിട്ട കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ സന്തോഷങ്ങളാണോ കൂടുതൽ ദുഃഖങ്ങളാണോ കൂടുതൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ശരീര നിയന്ത്രണ തലവും നമുക്കൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ശരീരം പിന്നീട് പെട്ടെന്ന് ഇണങ്ങാനും നമ്മൾ അത്തരം പ്രവൃത്തിയിൽ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്താണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതാണോ നമ്മുടെ മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിന് കാരണമാകുന്നത്? അതാണ് നെക്സ്റ്റ് അടുത്ത സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി മൂന്നാമത്തെ തലമാണ് ക്രിയാശക്തി തലം എന്നുള്ള തലമുണ്ട്. ആ തലത്തിന് അതിലേക്ക് വരുമ്പോഴാണ്, അതായത് സ്മൃതി തലം എന്ന് പറയുന്നത് പാസ്റ്റിലെ ഓർമ്മകളെയാണ് വെക്കുന്നതെങ്കിൽ ക്രിയാശക്തി തലം എന്ന് പറയുന്നത് അടുത്ത ഫ്യൂച്ചറിലെ പ്ലാനുകളെയാണ് സെറ്റാകുന്നത്.